ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഷോണിമ ആജിയെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ സൈബർ ലോകത്തെ ചീത്തവിളികളും മറുപടികളും ഇടയ്ക്കിടെ ഉയരുന്ന ഗോസിപ്പുകളും ഷോണിമയെ എങ്ങനെ ബാധിക്കുന്നു? മല്ലു കപ്പിൾ എന്ന പേരിന് പിന്നിലെ ആരും അറിയാത്ത കറുത്ത വശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഷോണിമയുടെ ജീവിതത്തിലെ ആരും പറയാത്ത ഗോസിപ്പുകളെ കുറിച്ചാണ്. സ്കൂൾ പഠനകാലത്ത് തുടങ്ങിയ പ്രണയം, വീട്ടുകാരുടെ എതിർപ്പുകളെക്കുറിച്ചും അജീഷുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചും അതിനുശേഷമുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമെല്ലാം ഷോണിമ മുൻപ് സൂചന നൽകിയിട്ടുണ്ട്. ഒരു സാധാരണ പ്രണയമായിരുന്നില്ല ഇത്. അവരുടെ വിവാഹശേഷം സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയപ്പോൾ ഇവർ എത്ര കാലം ഒന്നിച്ചു പോകുമെന്ന് ചോദിച്ചവർക്ക് മുന്നിലേക്കാണ് ഷോണിമ തന്റെ ഹാപ്പി ലൈഫ് തുറന്നിട്ടത്. പ്രശസ്തി കൂടുന്നതിനോടൊപ്പം തന്നെ ഷോണിമയെ തേടി ഒരുപാട് ഗോസിപ്പുകളും എത്തി. പ്രധാനമായും ഇവരുടെ ലുക്കിനെ കുറിച്ചായിരുന്നു പലർക്കും പറയാനുണ്ടായിരുന്നത്. ഷോണിമ പ്ലാസ്റ്റിക് സർജറി ചെയ്തോ എന്ന ചോദ്യം പല ഇൻസ്റ്റഗ്രാം കമന്റ് ബോക്സുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അമിതമായ മേക്കപ്പ് ഉപയോഗിക്കുന്നു എന്ന പേരിലും ഇവർ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തിടെ ചിലർ പറഞ്ഞു തുടങ്ങിയത് ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. ഷോണിമയ്ക്കും അജീഷിനും. അജീഷിനെ വീഡിയോകളിൽ കാണാതായപ്പോൾ ഉടൻ വരും വിവാഹമോചന വാർത്തകൾ എന്നൊക്കെയാണ് പറഞ്ഞു പരത്തിയത്. ഇത്തരം വ്യാജ വാർത്തകളോട് വളരെ ബോൾഡായാണ് ഷോണിമ പ്രതികരിക്കാറുള്ളത്. അതുപോലെ തന്നെ പലപ്പോഴും അവരുടെ വസ്ത്രധാരണത്തെ ചൊല്ലി വലിയ സൈബർ അറ്റാക്കുകൾ നടക്കാറുണ്ട്. ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകളും നമുക്കിടയിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള മറ്റുള്ളവരുടെ കടന്നുകയറ്റം. പലതവണ ഷോണിമ ഗർഭിണിയാണെന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിച്ചു. എന്നാൽ തൻ്റെ സ്വകാര്യതയെ മാനിക്കാത്തവരോട് ഷോണിമയ്ക്ക് പറയാനുള്ളത് ഒന്നു മാത്രം: എൻ്റെ ജീവിതം എൻ്റെ തീരുമാനമാണ്. യഥാർത്ഥത്തിൽ ഈ നെഗറ്റീവ് കമൻറ്റുകളും ഗോസിപ്പുകളും ഷോണിമയെ വളർത്തുകയാണോ ചെയ്തത്? അതേ എന്ന് തന്നെ പറയേണ്ടി വരും. ഓരോ വിവാദത്തിന് ശേഷം ഷോണിമയുടെ ഫോളോവേഴ്സ് കൂടുകയാണ്. ട്രോളുന്നവർ പോലും അവരുടെ വീഡിയോസ് കാണുന്നു എന്നത് തന്നെയാണ് ഷോണിമയുടെ വിജയം. ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ബിസിനസ് വുമണായി ഷോണിമ മാറുമ്പോൾ അതിൽ ഈ ഹേറ്റേഴ്സിനും ഒരു ചെറിയ പങ്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം ഗോസിപ്പുകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ ചെയ്യുന്നത് ഷോ ഓഫ് ആണോ? താഴെ കമന്റ് ചെയ്യുക.